ഹായ്. ഇന്ന് എൻ്റെ ചെറിയൊരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. എല്ലാ ദിവസവും ഈവനിങ് പഠിക്കുന്നത് പക്ഷെ ഇന്നത്തെ ഒരു വയ്യാതായത് അവസാനമാകുമ്പോഴേക്കും തലവേദന എടുത്ത ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണേ. അപ്പോൾ അതിന് മുന്നേ പഠിച്ചതൊക്കെ കേട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരുപോലെയല്ല, ചില ദിവസങ്ങളിൽ നമുക്കിതുപോലെ നമ്മുടെ ഓരോ പ്രതിസന്ധികളും വരും എന്നുള്ളതാട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സമയം ഇപ്പം 4:30 വൈകിട്ട്. അപ്പം ഞാനിൻ്റെ തുണികളൊക്കെ മടക്കി വയ്ക്കുക. രാവിലെ അലക്കിയിട്ട തുണികളൊക്കെയാണ്, കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ കുറച്ചധികം തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുറ്റൊന്നും അടിച്ചിട്ടില്ല. കാര്യം വേറൊന്നുമല്ല, ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു രാത്രി. അതുകൊണ്ട് തന്നെ രാവിലെ മുറ്റമൊക്കെ നനഞ്ഞെടുക്കായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇലയൊക്കെ അടിച്ചാൽ നീങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വെടിച്ചിട്ട് വൃത്തിയായിട്ട് ഉണങ്ങിയ ശേഷം അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വൈകിട്ടാണ് പിന്നെ ടൈം കിട്ടിയത് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ ചെറിയ വെയിലായിരുന്നല്ലേ, വെയിലത്ത് പോകണ്ടെന്ന് വെച്ചിട്ട് അടിച്ചിട്ടു. മുറ്റൊക്കെ അടിക്കാതെ അങ്ങനെ കിടന്നിട്ട് അതിന് മുമ്പിലിരുന്ന് പഠിക്കുമ്പോൾ ഒട്ടും ഒരു സുഖമില്ല കേട്ടോ, ഒരു എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ മുറ്റമൊക്കെ അടിച്ചിട്ട് പഠിക്കാതിരിക്കാന്ന് പറഞ്ഞിട്ടാണ് പ്രത്യേകം അടിക്കാൻ നിന്നത്. അല്ലെങ്കിൽ നാളെ രാവിലെ പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് അടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മുറ്റമെല്ലാം അടിച്ച് നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്കാണ് ഞാൻ ഈ ടൈമിൽ എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിത് നോക്കാൻ കാര്യം, ഇനിയിപ്പോൾ നമുക്ക് 10th പ്രിലിംസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ടോപ്പിക്കായിട്ടിരുന്ന് പഠിക്കുന്നത് ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഡിഗ്രി പ്രിലിംസിൻ്റെ ആണ് കൂടുതലും PYQ ആണ് നോക്കുന്നത്. അത് അധികം ഞാൻ യൂട്യൂബ് ക്ലാസ് ആട്ടോ നോക്കുന്നത്. പിന്നെ ഈ ഒരു PYQ ബുക്കിൽ ഡിഗ്രി ലെവൽ കൊടുത്തിട്ടുള്ളതെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ബുക്കിൽ 10th ലെവലേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ വൊക്കാബ് സ്പീഡിയുടെ ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഡിഗ്രി ലെവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നോക്കുന്നുണ്ട്. നോട്ടാണ് കേട്ടോ എടുത്ത് പഠിക്കാൻ പോകുന്നത്. എന്നോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോട്ടൊന്നും ഉണ്ടാക്കാറില്ലേ എന്നുള്ളത്. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് പോയിരുന്നു, ആ സമയത്ത് ഞാൻ നോട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയ നോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ല വൃത്തിക്ക് തന്നെ നോട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ലേ, മഴയുടെ എല്ലാം അതെല്ലാം മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നോക്കാനും എല്ലാം എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ട്സൊക്കെ. ഇതുപോലെ ഒരു 5-6 നോട്ട് ഉണ്ട് കേട്ടോ, 5, 6, 7 എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചെണ്ണം ഞാൻ അടിയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ അടുത്ത് വെച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ ഇതന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മിക്സ് ആയിട്ടാട്ടോ കിടക്കുന്നത്, അല്ലാതെ ഒരു സബ്ജക്റ്റ് മാത്രമല്ല. ഇതിനിടയിൽ IT വരും, സയൻസ് വരും, അങ്ങനെ. അപ്പോൾ അതിൽ IT ഭാഗം ഞാൻ പഠിക്കുകയാണ്. പക്ഷെ അത് വായിക്കാൻ രസമാട്ടോ. നമ്മൾ ഈ ഒരു നോട്ടായിട്ട് എടുത്ത് വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വായിച്ചു പോകും. കാരണം വേറെ വേറെ സബ്ജക്റ്റ് വരല്ലേ, അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒരു സബ്ജക്റ്റിൽ തന്നെ കുറേ നേരം നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇൻട്രസ്റ്റ് പോവുക. അപ്പോൾ ഞാൻ അതിൽ IT ആ ഒരു ഭാഗം എടുത്തിട്ട് വായിക്കുന്നുണ്ട്. IT ഓരോ സൈബർ ടെററിസം, അതേപോലെ സെക്ഷൻസും, പിന്നെ ഓരോ സൈബർ ഹാക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഹാക്കിങ്ങിനെ കുറിച്ചിട്ടും സ്റ്റോക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പോയിട്ട് അവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി വെച്ച് ഒരുവിധം അടുക്കളയിലെ എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ പഠിക്കാതിരുന്നത് കേട്ടോ. ഞാൻ പിന്നെ രാത്രി ഫുഡൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് രാത്രി ഞാൻ ഫുഡൊന്നും വേറെ കഴിച്ചില്ല, കുറച്ച് ഹെവിയായി കഴിച്ചാലെന്ന് വെച്ചിട്ട് രാത്രി പിന്നെ ഒന്നും കഴിക്കാൻ നിന്നില്ല. വെള്ളം കുടിച്ചു, അതേപോലെ വൈകിട്ട് ഒരു ചായ കുടിച്ചു തന്നെയാട്ടോ. പിന്നെ എനിക്ക് വല്ലതായിട്ട് വിശന്നുമില്ല. വിശന്നെങ്കിൽ ഞാനൊരു പഴമെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒന്നും വിശക്കാത്തതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. പിന്നെ നേരെ ഞാൻ നമ്മുടെ കറണ്ട് അഫെയർ പഠിക്കാമെന്ന് വിചാരിച്ച്. എക്സാം വരാൻ പോവല്ലേ. അപ്പം ഞാൻ ഈ 2026 കറണ്ട് അഫെയർസ് ഇതുവരയ്ക്കുള്ളതും എഴുതിയിട്ടുണ്ട്, മെയ് വരയ്ക്കുള്ളത് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തൊട്ടിട്ട് തന്നെ അത് പഠിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കുറച്ചായി അത് റിവിഷൻ ചെയ്തിട്ട്, അപ്പോൾ അതൊന്ന് ആദ്യം ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് തലവേദന വന്നത് കേട്ടോ. അതൊന്നും ഞാനിതിൽ വീഡിയോയിലൊന്നും എടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല. മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് വരും. എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ മാറിക്കഴിഞ്ഞാൽ വരും. അപ്പോൾ അതിനുശേഷം എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഒന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു സമയത്ത് ഛർദ്ദിക്കാൻ വരും. പിള്ളേർക്ക് അറിയാമായിരിക്കും ആ ഒരു അവസ്ഥ. പിന്നെ ഞാൻ ഒന്നും പഠിച്ചില്ല. അടുത്ത് വന്നതൊരു 8:30-9 മണി ആ സമയമാകുമ്പോഴാണ്, 9 മണിയാകുമ്പോഴാണ്. ഈ ഒരു CA കൂടി പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ആ തലവേദന. അതിനു മുമ്പ് ചെറിയതായിട്ടുണ്ടായിരുന്നു,
എന്നാലും കാര്യമായിട്ട് അങ്ങോട്ട് വന്നത് ഒരു 9 മണി ആ സമയമാകുമ്പോഴായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഇന്ന് വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഈവനിങ് പഠിച്ച കാര്യം കേട്ടോ പറയുന്നത്. സാധാരണ എല്ലാ ഈവനിങ്ങിലും പഠിക്കുന്നതിനേക്കാൾ കുറവാണ് ഇന്ന് പഠിച്ചത്. അല്ലെങ്കിൽ ഒരു 10 മണി 10:30 വരെയൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് തീരെ വയ്യാത്തതുകൊണ്ട് നേരത്തെ ഞാൻ കിടന്നു കേട്ടോ. പിന്നെ ഞാൻ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിലും അല്ലാതെ ഇടയ്ക്കുള്ള ടൈമിലൊക്കെ വീഡിയോ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. ഡിഗ്രി പ്രിലിംസിൻ്റെ അനുബന്ധ വിവരങ്ങൾ അടങ്ങിയതും എല്ലാം ട്രിക്ടേണിൻ്റെയും അതേപോലെ സൈലത്തിൻ്റെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിൽ എൻ്റെ കയ്യിൽ ഒരൊറ്റ ഫോണുള്ളതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.